സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഫിഖ്ഹ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക. നല്ല മാർക്ക് നേടാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യപേപ്പർ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മുടെ മദ്രസയിൽ സമസ്ത നേരിട്ട് നടത്തിയ പരീക്ഷയുടേതാണ്. അപ്പോൾ കൃത്യമായ നമുക്ക് ഇതിൻ്റെ രൂപങ്ങളും മോഡലുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് ഉത്തരം പറയാം. സാധാരണ ഉള്ളതുപോലെ തന്നെ ഒന്നാമത്തത് നിങ്ങൾ കാണാം, യോജിച്ചവ ചേർക്കാം എന്നാണ്. 5 ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഇടതുഭാഗത്ത് 5-നുള്ള ഉത്തരങ്ങളും ഡിസോർഡറായിട്ട് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ചോദ്യത്തിന് നേരെയും കുട്ടികളോട് ഓർഡറാക്കി എഴുതാൻ വേണ്ടി പറയണം. ഉസ്താദ്മാർ വായിച്ചു കൊടുക്കും. നല്ലോണം ആലോചിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ മതി. പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിപ്പിച്ചാൽ തന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ അവർക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഒന്നാമത്തത്, വുളൂഇൽ ചെവി രണ്ടും ഏതാ ചോദിച്ചത്? ഒന്നിച്ചു തടവുക എന്നതാണ്. അപ്പോൾ ചെവി രണ്ടും ഒന്നിച്ചാണ് തടവേണ്ടത്. രണ്ടാമത്തത്, നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം, ആരാധന എന്നൊക്കെ പറയും. മൂന്നാമത്തത്, ഇബാദത്തിന് അർഹൻ അള്ളാഹു ആണ്. അപ്പോൾ ഏതാണ് ചോദിച്ചത്? അള്ളാഹു എന്നുള്ളതാണ്. അള്ളാഹു എഴുതുന്നത് ശ്രദ്ധിക്കണം. ഇനി നാലാമത്തത്, ഷഹാദത്ത് കലിമ 2 അപ്പോൾ ഷഹാദത്ത് കലിമ 2 രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അഞ്ചാമത്തത്, വുളൂഇൽ മുൻകൈ രണ്ടും കഴുകുക എന്നാണ് ചോദിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, വിട്ടത് ചേർക്കാം ക്രമപ്രകാരമാണ്. ക്രമപ്രകാരം വിട്ടുപോയത് ചേർക്കാനാണ്. അവിടെ വട്ടത്തിലാക്കി റൗണ്ടിൽ അസർ എന്നും ഇഷ എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഓർഡർ അനുസരിച്ച് നമ്മളോട് പൂരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിസ്കാരത്തിൻ്റെ പേര്. അത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. എഴുതുന്നത് അക്ഷരപ്പിഴവുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക. ളുഹർ, അസർ, മഗ്രിബ്, ഇഷാ, സുബഹ്. അപ്പോൾ ഇങ്ങനെ 5 വക്ത് നിസ്കാരങ്ങളുടെ പേരാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തത്, അഷ്ഹദു എന്നും കൊടുത്തിട്ടുണ്ട്, മുഹമ്മദൻ എന്നും കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 കള്ളിയിലുള്ളത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ എഴുതി കൊടുത്ത് ചേർത്ത് വായിക്കുമ്പോൾ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയിൽ വരുന്നതാണ്. അപ്പോൾ ഷഹാദത്ത് കലിമ കാണാതെ പഠിക്കണം. അതോടുകൂടെ തന്നെ അത് എഴുതുന്നത് ഉറപ്പായും നമുക്ക് അറിഞ്ഞിരിക്കണം. അക്ഷരപ്പിഴവുകളുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ വായിക്കുന്നു, ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ പാഠഭാഗം നന്നായി വായിക്കുക. പാഠഭാഗത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നല്ലോണം വായിച്ച് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളവരായി നമ്മൾ മാറണം. ഇനി രണ്ടാമത്തത്, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ? എപ്പോഴാണ് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതേണ്ടത്? മുഖം കഴുകുമ്പോഴാണ്. എപ്പോഴാണ്? മുഖം കഴുകുമ്പോൾ. ഇനി മൂന്നാമത്തത്, ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് നീങ്ങും. എന്താണ് നീങ്ങുക? ബുദ്ധിയുടെ വക്തിരിവ് നീങ്ങും. അപ്പോൾ ബുദ്ധിയുള്ള അവസ്ഥ നീങ്ങും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. നാലാമത്തത്, ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏതാണ്? ഇസ്ലാം കാര്യങ്ങൾ 5 മൂന്നാമത്തേതെന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുക. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 4-മത്തതോ 5-മത്തതോ ഒക്കെ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഷഹാദത്ത് കലിമ 5 നമ്മുടെ ഹിഫ്ളിൽ ഉണ്ടാവണം, എഴുതാനും കഴിയണം. ഇനി 4-മത്തെ ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നറിയാം. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലാഹോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് അവസാനം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക.
ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയും അല്ലാത്തവർക്ക് തെറ്റും രേഖപ്പെടുത്താം എന്നാണ് ചോദ്യം. ഇതൊരു മോഡൽ ചോദ്യമാണ്, സാധാരണഗതിയിൽ കാണാത്തൊരു ചോദ്യം. അതാണ് ഇസ്ലാം കാര്യം മുഴുവനും പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷയാണ്. ഒന്നല്പം മനക്കെട്ടാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ 50-ൽ 50 മാർക്കും നേടാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൽ 5 കൊടുത്തിട്ടുണ്ട്. അത് അറിയാത്ത ആളുകൾ 5ഉം ചിലപ്പോൾ ടിക്കിടും. അപ്പോൾ പഠിച്ച ആളുകൾക്ക് ഇത് ശരിയായ വണ്ണം റെഡിയാക്കി ടിക്കിടാനും തെറ്റിടാനും കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് മിസ്വാക്ക് ചെയ്യുക എന്നതാണ്. പല്ല് തേക്കുക ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക, അത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളതിന് ശരിയിട്ട് കൊടുക്കണം. ഇനി മൂന്നാമത്തത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക, അതെ, അതും ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ അവിടെയും ശരിയിട്ട് കൊടുക്കുക. തല തടവുക, തല തടവൽ വുളൂയിലുള്ളതല്ലേ, ഷഹാദത്ത് കലിമയിലുള്ള ഇസ്ലാം കാര്യത്തിലുള്ളതല്ലല്ലോ. അപ്പോൾ അതും നമ്മൾ തെറ്റിട്ടു. പിന്നെ അവസാനത്തെ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഹജ്ജ് ചെയ്യുക, അപ്പോൾ അതും ഇസ്ലാം കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ശരിയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം ഒന്ന് വായിക്കാം. പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ്. 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വായിക്കാം. ഔദു ബില്ലാഹി ഡാഷ് അർ-റജീം. അവിടെ എന്താ വിട്ടുപോയിട്ടുള്ളത്? ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. രക്ഷിതാക്കൾ ഇതൊന്ന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച് നോക്കുക, അവർക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. അപ്പം അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ വന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ ദിവസ പരീക്ഷയുടെയും തലേ ദിവസം നമ്മൾ ഇതുപോലെ സമസ്തയുടെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ പേപ്പർ പരിചയപ്പെടുത്തും. അതാകുമ്പോൾ കുട്ടികൾക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാകും. കാരണം സമസ്ത നേരിട്ട് നടത്തിയതാണല്ലോ. അപ്പോൾ ആ വീഡിയോ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നന്ദി അറിയിച്ച് എന്തെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കൺകുളിർമയുള്ള ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ പരീക്ഷകളിലൊക്കെ അല്ലാഹു തആല ഉന്നതമായ ഹൈറായ വിജയം അല്ലാഹു നൽകട്ടെ. മുഴുവൻ മാർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.